യേശുവിന്റെ ഒലിവമല പ്രഭാഷണം ഗുരു അതിപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ. ബാക്കിയുടെ ചരിത്രം എഴുതിക്കണമേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ ചിതറി. 1914 മുതൽ 19 വരെ ഒന്നാം ലോകമഹായുദ്ധം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഡോക്ടർ ചിയാം വൈസ്മാൻ യഹൂദൻ ആറ്റം ബോംബല്ല ആദ്യത്തെ ഗ്രനേഡ് ഉണ്ടാക്കി. ബ്രിട്ടന്റെ ചക്രവർത്തിയായ ആർതർ ബാൽഫോർഡ്, അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ലോയൻ ജോർജ് തുർക്കിയോട് പറഞ്ഞിട്ട് ആദ്യമായിട്ട് യഹൂദന് മടങ്ങി വരുവാൻ കൃപ കൊടുത്തു. അതിന്റെ പേര് അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. എന്തെങ്കിലും സംശയം? അവർക്ക് രാജ്യം കിട്ടിയില്ല. 1939 മുതൽ 45 രണ്ടാം ലോകമഹായുദ്ധം. ചിക്കാഗോ യൂണിവേഴ്സിറ്റി ചൈനറി അവിടെ ശാസ്ത്രജ്ഞൻ ടിക്കോ ഫെർമി അവൻ ആദ്യമായിട്ട് ആറ്റമായുധം ഉണ്ടാക്കി. അന്നത്തെ രണ്ട് കക്ഷികൾ അമേരിക്കയും ജപ്പാൻ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ജപ്പാന്റെ മണ്ണിൽ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ മാറ്റം വർദ്ധിച്ചു. ജപ്പാൻ പരാജയപ്പെട്ടു. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി ലൈവ് കാണുന്ന അമേരിക്കക്കാർ ഹാരിയസ് ട്രൂമാൻ. അമേരിക്ക വിജയിച്ചു. ഹാരിയസ് ട്രൂമാൻ ടിക്കോ ഫെർമിയോട് ചോദിച്ചു, കുഞ്ഞെ എന്ത് വരണം? എന്നെ പോലുള്ള അതേ പറഞ്ഞാൽ ഭാഷ ഒരു ഇന്നോവ വേണമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വതന്ത്രം പറ്റുമെങ്കിൽ പറയണം USA ഒരു വിഷ. അതൊന്നും ടിക്കോ ഫെർമി പറഞ്ഞില്ല. സാറ് ഞങ്ങൾ ലോകത്തിന്റെ വൻകരകളിൽ കിടക്കുക, ഞങ്ങൾക്കൊരു രാജ്യമില്ല, തരണം. അപ്പൊ ഹാരിയസ് ട്രൂമാൻ അവരോട് ചോദിച്ചു, എവിടെ വേണം? കാനഡ വേണോ? വേണ്ട. ഉടനെ ചോദിച്ചു, ഗൾഫ് വേണോ? വേണ്ട. മണിപ്പൂർ വേണോ? വേണ്ട. ഇംഫാൽ വേണോ? വേണ്ട. യഹൂദന്മാർ ഒറ്റയ്ക്ക് പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വ പിതാവായ അബ്രഹാം കുറ്റിയടിച്ചൊരു സ്ഥലമുണ്ട്, അതിന്റെ പേരാ കനാൻ ദേശം. മനസ്സിലാകുന്നവർക്കായി ക്ലിയർ ആയിക്കോട്ടെ. ഇതിനാ അടി വരാൻ പോലെ. അതുകൊണ്ടായി പ്രസംഗം. 1948 ഇനി ഇവിടെ എവിടെങ്കിലും വരുമ്പോൾ രക്തചന്ദ്രൻ ഇസ്രായേലും പ്രസംഗിക്കാം. 1948 ഏപ്രിൽ 14 പെസഹാവ്യാഴം ആകാശത്തിനകത്ത് രക്തചന്ദ്രൻ. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് ഒരു കാമറേഡിയോട് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു കരമുയർത്തുന്നവർക്ക്. ഇന്ന് രാത്രി കാന്തൻ വിളും. സയൻസ് 22,000 കിലോമീറ്റർ ഇസ്രായേൽ. ഇന്ന് 94 ലക്ഷം പേർ. 7 ഡിസ്ട്രിക്ട്. 1 ടെലവീവ്, 2 ജെറുസലേം, 3 ഹൈഫ, 4 അഷ്കലോൻ, 5 അസ്തോദ്, 6 ദിമോന, 7 ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമുണ്ട് ബേർശബ. 7 ഡിസ്ട്രിക്റ്റായ ഇസ്രായേൽ. പറഞ്ഞുതരാം, ഇതെല്ലാം നോട്ട് ചെയ്യണം. അവിടെ വരെ പോകണ്ട, ടിക്കറ്റ് എടുക്കേണ്ട, ഇതെല്ലാം കേട്ടാൽ മതി. അതിന്റെ തൊട്ടടുത്ത് പലസ്തീന് കൊടുത്ത് 6750 കിലോമീറ്റർ. അതാ ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് റമല്ലേ. അവിടെയാ നസ്രത്തും ഗലീല്. ഈ പലസ്തീൻ അത് കൊടുത്തപ്പോൾ ഞാൻ ഒരു മതത്തെ വിമർശിക്കത്തില്ല, എല്ലാവരും കേൾക്കണം. പലസ്തീൻ അന്ന് UN കൊടുത്തു. UN പറഞ്ഞു, നിങ്ങൾക്കൊരു രാഷ്ട്രം തരാം, നിങ്ങൾക്കൊരു എയർപോർട്ട് തരാം, നിങ്ങൾക്കൊരു നേതാവിനെ തരാം. അവര് പറഞ്ഞു, വേണ്ട, ഇസ്രായേലിന് കൊടുത്തതുകൂടെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് പലസ്തീൻ രാഷ്ട്രം. അന്നേ പ്രശ്നമായി. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഗാസ, മെഡിറ്ററേനിയൻ ഷിപ്പിനകത്ത് 271 കിലോമീറ്റർ കിടക്കുന്ന ഒരു ദ്വീപ ഗാസ. ഗാസയുടെ പ്രത്യേകത 4 ഭാഗങ്ങൾ ഗാസ. 1 സഖർ, 2 എക്രോൻ, 3 റാഫ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതിന്റെ ഒരു ഭാഗം, ഗാസയുടെ ഒരു ഭാഗമാണ് ഖാൻ യൂനിസ്. ഇപ്പോഴും എന്റെ ചരിത്രം പഠിച്ചത് ഇപ്പോഴും എന്റെ തലയിരിക്കുന്നു. ഖാൻ യൂനിസ്, റാഫ, എക്രോൻ, ഇതൊക്കെയാ സഖർ. ഈ 4 പട്ടണങ്ങളാണ്. 271 കിലോമീറ്റർ, 23 ലക്ഷം അഭയാർത്ഥികൾ. ഇതിന്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട് 671 കിലോമീറ്റർ. അതിന്റെ പേരാ കിഴക്കൻ ജെറുസലേം. ഇതിനു വേണ്ടിയ അന്തിമ യുദ്ധം വരെ